ആർഡിനോയുടെ ആൽവിക് മൊബൈൽ ഡിഫറൻഷ്യൽ റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ലൈൻ ഫോളോയിങ് റോബോട്ട് നിർമ്മിക്കാം. ഈ റോബോട്ടിൽ ഇൻബിൽഡ് ആയിട്ട് IR സെൻസറുകൾ ഉണ്ട്. ഇൻഫ്രാറെഡ് റേസ് സെൻസേഴ്സുകളെയാണ് IR സെൻസറുകൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് IR സെൻസർ. ഒരു IR എമിറ്ററും മറ്റൊന്ന് IR റിസീവറും ആണ്. IR എമിറ്ററിൽ നിന്ന് IR റേസ് പുറത്തേക്ക് പുറപ്പെടുകയും അവ ഒരു സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് റിസീവറിൽ വരികയുമാണ് ചെയ്യുക. വൈറ്റ് സർഫസുകളാണെങ്കിൽ IR റേസ് റിഫ്ലക്ട് ചെയ്യും. ഇനി ബ്ലാക്ക് സർഫസ് ആണെങ്കിൽ IR റേസ് അബ്സോർബ് ചെയ്യും. റിഫ്ലക്ഷൻ കുറവായിരിക്കും. ഇങ്ങനെയാണ് സെൻസർ ബ്ലാക്ക് ലൈനെയും വൈറ്റ് ലൈനെയും തമ്മിൽ മനസ്സിലാക്കുക. ഇത് നമുക്ക് ഒരു ആർഡിനോ പോലത്തെ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് ഈ ഇൻഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മോട്ടോർ വർക്ക് ചെയ്യുകയും നമ്മളുടെ റോബോട്ട് ലൈൻ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുക. ഇനി നമ്മൾ പിറ്റോ ബ്ലോക്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൽവിക് റോബോട്ടിന്റെ ഇമേജ് ഒരു സ്പ്രൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. റോബോട്ടിന്റെ മുമ്പിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ഗ്രീൻ ബോക്സും റെഡ് ബോക്സും ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ലൈൻ ഒരു ട്രാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ റോബോട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ റെഡ് കളർ ബ്ലാക്കിൽ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രീൻ കളർ ബ്ലാക്ക് ലൈനിൽ ടച്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് റോബോട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടേൺ ചെയ്യും. അല്ലാത്ത പക്ഷം റോബോട്ട് മുൻപോട്ട് പോവുകയും ചെയ്യും. പിറ്റോ ബ്ലോക്സിലുള്ള വോയിസ് ബ്ലോക്കുകൾ ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഓരോ ചെക്ക് പോയിന്റുകൾ എത്തുമ്പോൾ ഓരോ കമാൻഡുകൾ വോയിസ് ആയി ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമ്മളുടെ റോബോട്ടിന്റെ ബ്ലോക്ക് കോഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഫോർഎവർ ലൂപ്പിന്റെ ഉള്ളിൽ 2 ഇഫ് ബ്ലോക്കുകളും ഒരു മൂവ് ബ്ലോക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ബ്ലോക്കുകളിൽ ഒരു കണ്ടീഷൻ ആയിട്ട് റെഡ് കളർ ഈസ് ടച്ചിങ് ബ്ലാക്ക് എന്നും ഗ്രീൻ കളർ ഈസ് ടച്ചിങ് ബ്ലാക്ക് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കണ്ടീഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും റോബോട്ട് ടേൺ ചെയ്യും. അല്ലാത്ത പക്ഷം റോബോട്ട് മുൻപോട്ട് നീങ്ങും.